ഹലോ ഹായ്. നമ്മൾ ഇന്ന് IBPS PO മെയിൻസ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതില് പൈ ഓഫ് പൈ ചാർട്ട് ഡി ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോജക്ട്സ് പ്രൈവറ്റ് പ്ലസ് പബ്ലിക് ഹാൻഡിൽഡ് ഇൻ 4 quarters Q1, Q2, Q3 and Q4. The table shows the percentage of private projects handled with respect to projects handled in respective. അപ്പോൾ തന്നിട്ടുള്ളത്, അതായത് ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഈ പൈ ചാർട്ട് തന്നിരിക്കുന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതിന്റെ നമ്പറാണ്. അപ്പൊ ഇവിടെ ഒരു പൈ ചാർട്ട് ഉണ്ട്, ഇവിടെ വേറൊരു പൈ ചാർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ രണ്ട് ടൈപ്പ് വരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് Q1 ഈ കളറിലുള്ളതാണ്, 100.8 ഡിഗ്രി ആണ്. Q2 108 ഡിഗ്രി. Q3 Q4 തന്നിട്ടില്ല, പക്ഷെ അതിനെ ഇങ്ങോട്ട് വരച്ചിരിക്കുക എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രി ആയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ Q3 Q4 പ്രൊജക്ട് ചെയ്ത് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നതാണ് എക്സ് ഡിഗ്രി ആൻഡ് വൈ ഡിഗ്രി എന്ന് പറയുന്നത്. Q3 Q4 പ്രൊജക്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പം അതിനവരൊരു നോട്ട് തന്നിട്ടുണ്ട്. മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് പൈ എക്സ് ഡിഗ്രി പ്ലസ് ഫൈവ് ഡിഗ്രി ഇസ് നോട്ട് ഈക്വൽ ടു 360. എന്ന് വെച്ചാൽ ഈ എക്സും വൈയുടെയും ടോട്ടൽ സമ്മ് 360 അല്ല. നമുക്ക് ഇത് കാണുമ്പോൾ ഇതൊരു സർക്കിൾ ആണല്ലോ, അപ്പൊ നമുക്ക് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 360 ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. എന്താണ്, ഈ രണ്ടെണ്ണത്തെ മാത്രം ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ആംഗിളിന്റെ സം ആയിരിക്കും കറക്റ്റ് ഇവിടെയുടെ സം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പിന്നെ നോട്ട് വന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ്. Q2 പ്രൈവറ്റിന്റെ പബ്ലിക്കിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ Q1, Q2, Q3, Q4 ടോട്ടൽ അല്ല, ഇത് പ്രൈവറ്റിന്റെ ആണ് വന്നിരിക്കുന്നത്. 3% ഇത് നമുക്ക് എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ Q2 കണ്ടുപിടിക്കാം. 35% ആണ് പ്രൈവറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ പബ്ലിക് എത്രയായിരിക്കും? ബാക്കി 65% ആയിരിക്കും. അതിന്റെ ഡിഫറൻസ് ഒന്നും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് നോക്കാം. നമുക്ക് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രിയുടെ ആ വാല്യൂ കണ്ടുപിടിക്കണം, അല്ലെ? അതായത് ഈ സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ വഴി? ഞാനിപ്പോ പറഞ്ഞു. ആ ഇത് രണ്ടിന്റെ സം എത്ര? 108, 100.8, 208.8 അല്ലേ? 208.8. അപ്പോ അത് ബാക്കി 360 208.8 കുറയ്ക്കുന്നതായിരിക്കും എക്സിന്റെയും വൈയുടെ സം എന്ന് പറയാം. നമുക്കത് ആദ്യം അത് എഴുതാം. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി സം എന്ന് പറയുന്നത് 360 നിന്നും എന്ത് കുറയ്ക്കണം? 100ന്റെ 108.8 സം എത്ര? 208.8 കുറയ്ക്കുന്നതായിരിക്കും. ഇത് എത്ര കിട്ടും നിങ്ങൾക്ക്? 208 കുറച്ചു കഴിഞ്ഞാൽ 152 പിന്നെ 151.2 എന്ന് കിട്ടും. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രിയുടെ സം. ഇനി ഇവിടെ എക്സ് ഡിഗ്രി മൈനസ് വൈ ഡിഗ്രി, എക്സ് ഡിഗ്രിയുടെയും വൈ ഡിഗ്രിയുടെയും ഡിഫറൻസ് വന്നിട്ട് ശ്രദ്ധിച്ചോ നിങ്ങൾ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ്, സോറി, ഇതാണ് ദ വാല്യൂ ഓഫ് എക്സ് ഡിഗ്രി ഈസ് 21.6 ഡിഗ്രി മോർ ദാൻ വൈ എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ എത്ര? 21.6. അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ സിക്കൽ 21.6 ഡിഗ്രി എന്ന് എഴുതാം. ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് ആയില്ല. ഇവിടെ ഇതിന്റെ സമ്മും ഇതിന്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിലെ വലിയ വാല്യൂ, അതായത് എക്സ് ഡിഗ്രി ആണോ എന്തോ ചെയ്താൽ മതി. ഇതൊരു സമ്മ് ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വലിയ വാല്യൂ കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. രണ്ടും കൂടെ ആഡ് ചെയ്ത് 172.8 അതിന്റെ പാതി എടുക്കുക. എത്ര കിട്ടും? 86ആണ്. 172 പാതി 8 16. 172ന്റെ പാതി 86 ആണല്ലോ. 0.4 ആയിരിക്കും. ഓക്കെ, എക്സ് ഡിഗ്രി കിട്ടി. ഇനി വൈ ഡിഗ്രി കിട്ടാൻ വേണ്ടി ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ വൈ ഡിഗ്രി കിട്ടണമെങ്കിൽ എക്സ് ഡിഗ്രി ഉണ്ട്, വൈ ഡിഗ്രി കിട്ടണമെങ്കിൽ വൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പുറം വരും. അതായത് 86.4 21.6 കുറയ്ക്കുക. എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 86.4 ആണ്. സോ 86.4 മൈനസ് 21.6. 4 60 14 6 8 5 1 4 8 ഓക്കെ, 64.8 എന്ന് കിട്ടും. 64.8 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും കിട്ടി. നമുക്കിനി ടോട്ടൽ കണ്ടുപിടിക്കാം. അതായത് Q1, Q2, Q3,
Q4ലെയും ടോട്ടൽ എത്ര ആണെന്നും അതിൽ പ്രൈവറ്റ് എത്ര ആണെന്നും പബ്ലിക് എത്ര ആണെന്നും കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക. ഇപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കണം. Q1ലെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. Q1 ഇതാണല്ലോ. Q1ലെ ടോട്ടൽ 100.8 ഡിഗ്രിയാണ്. നിങ്ങൾ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇവിടെ 1 ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ഇനി വഴിയുള്ളത്? അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഹിന്റ് ആണ് അവർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q2ലെ പ്രൈവറ്റും പബ്ലിക്കും തമ്മിൽ ഡിഫറൻസ് 108 ആണെന്ന്. നമുക്കിവിടെ പെർസെന്റേജ് വൈസ് Q2ലെ പ്രൈവറ്റ് 35% ആണല്ലോ. അതാണ് 35%. അപ്പോ Q2ലെ പബ്ലിക് എത്ര കിട്ടും? 65% കിട്ടും. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? പെർസെന്റേജ് വൈസ് ഡിഫറൻസ് എത്ര? 35-65 ഡിഫറൻസ് 30%. ആ 30%-ന് ഇക്വലന്റ് ആയിട്ടാണ് 108 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്യാം. 30%-ന് ഇക്വലന്റ് ആയിട്ട് 108 ആണെങ്കിൽ 1% എത്ര? 1% എത്ര ആയിരിക്കും? 108/30. 6 കൊണ്ട് ക്യാൻസൽ, 6×5 30, 1×6 48, 18/5 കിട്ടും. നമുക്ക് വേണ്ട 100%. മൊത്തം എത്ര ആണ്? 100% ഇതിനെ ഒരു 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കുക. 5ഉം 100 കൂടെ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുകയാണ്. 5ഉം 100 കൂടെ ക്യാൻസൽ ചെയ്ത് 20 കിട്ടും. 20×18 360. അപ്പോ Q2ലെ ടോട്ടൽ നമുക്ക് കിട്ടി 360. ഓക്കെ. ആ 360ന്റെ 35% ആയിരിക്കും പ്രൈവറ്റ്, 65%. 35% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ പറഞ്ഞേ? 360 × 35%. 5% എത്ര? 1/20. ഇപ്പൊ 35% 7/20 വരും. ക്യാൻസൽ ചെയ്തു. ഇവിടെ ക്യാൻസൽ ചെയ്താൽ 18. 18 × 7 ആയിരിക്കും. 18 × 7 കണ്ടുപിടിക്കാൻ 10 × 7 70. 8 × 7 56. 70 56 കൂട്ടിയാൽ 126. അതിന് ബാക്കിയായിരിക്കും പബ്ലിക്. ഇപ്പൊ 360 126 പോലെ. അപ്പം 234 അല്ലെ? 23 12 കൂടെ 35. ഓക്കെ. ഇനി Q1ലെ പ്രൈവറ്റും പബ്ലിക്കും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം എന്താ? അതൊരു വേരിയബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ടോട്ടൽ കണ്ടുപിടിക്കാം. Q1ലെ ടോട്ടൽ പറഞ്ഞാൽ Q1ന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 100.8 ഡിഗ്രി. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് Q2ലെ ടോട്ടൽ കിട്ടി 108 ഡിഗ്രിയാണ് നമുക്കിപ്പോ കിട്ടിയത്. അത് ഞാൻ ഇവിടെ മാറ്റി എഴുതാം. 108 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയ 360 അല്ലേ? ഇവിടെ Q2ലെ ടോട്ടൽ 360 അല്ലേ? അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സെൻട്രൽ ആംഗിൾ അല്ലേ 108 ഡിഗ്രി. അപ്പൊ 1 ഡിഗ്രി എത്ര കിട്ടും? 360/108. 6 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 1×6 48, 8×6 48, 6×6 36 0. വീണ്ടും 6 വെച്ച് 3×6 18, 5×6 10/3 ആണ് 1 ഡിഗ്രി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എത്ര? Q3ലെ കാണാൻ Q3 സൂചിപ്പിക്കുന്നത് എക്സ് ഡിഗ്രി ആണ്. Q3 സൂചിപ്പിക്കുന്നത് എക്സ് ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 86.4 ഡിഗ്രി കണ്ടുപിടിച്ചാൽ 86.4 ഡിഗ്രി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 86.4നെ 10/3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 864/3 എന്ന് കിട്ടും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 23 6, 26 8 3 24, 24 ഉണ്ട്. 288 കിട്ടും ടോട്ടൽ. മനസ്സിലായോ? അതിൽ Q3ലെ പ്രൈവറ്റ് 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കും ബാക്കി 50% ആയിരിക്കുമല്ലോ. ടോട്ടൽ 100% ആയതുകൊണ്ട്. അപ്പൊ പാതി പാതി എടുത്താൽ 50% പാതി 144 പാതി. അതും കിട്ടി. ഇനി Q4ലതും നമുക്ക് പ്രൈവറ്റും പബ്ലിക്കും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ടോട്ടൽ കണ്ടുപിടിക്കാം. Q1 Q4ന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം നമുക്ക്. Q1 100.8 ഡിഗ്രിയാണ്. 100.8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഡിഗ്രി 10/3 ആണെന്നറിയാം. അപ്പൊ 100.8 ഡിഗ്രി എത്ര കിട്ടും? പറഞ്ഞേ. 100.8നെ 10/3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1008/3 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 9, 10 വീണ്ടും 9, 18 336 കിട്ടും. Q1ലെ ടോട്ടൽ. ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം 3A എന്നും ബാക്കി നമുക്ക് ആ ഒരു വേരിയബിൾ A എന്നും നമുക്ക് ഇപ്പൊ അറിയത്തില്ല. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇനി Q4ലത് ടോട്ടൽ മാത്രമേ കാണാൻ പറ്റൂ. Q4 ഉദ്ദേശിക്കുന്നത് ഇത് എത്രയായിരുന്നു? Y ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. 64.8. അപ്പൊ 64.8 ഡിഗ്രി എത്രയായിരിക്കും എന്ന് ഇനി കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ 64.8 ഡിഗ്രി 10/3 കൊണ്ട് ഗുണിക്കണം. 648/3. സോ
ഒരു 3 23 6 ഒരു 3 3 ഒന്നുണ്ട് 18 18നകത്ത് 6 പ്രാവശ്യം 216 23 63 ഓക്കെ 216 ടോട്ടൽ. 8 6 1450. ഓക്കെ, ഇനി ഇത് രണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യമേ നമ്മൾ സെൻട്രൽ ആംഗിളുകൾ കണ്ടുപിടിച്ചു, എന്നിട്ട് അവർ തന്നിരിക്കുന്ന ഡിഫറൻസ് വെച്ച് Q2 ടോട്ടൽ കണ്ടു. ആ Q2 ടോട്ടലാണ് 108 ഡിഗ്രി. അതിൽ നിന്ന് 1 ഡിഗ്രി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ: ഇഫ് ദ ആവറേജ് ഓഫ് പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q1 ആൻഡ് ഇൻ Q3 ഈസ് Q1ലെയും Q3യിലെ Q1ലെ നമുക്ക് Q3യിലത് ഇതിലെ ആവറേജ് തന്നിട്ടുണ്ട്. ഓക്കെ, 150. അപ്പൊ ടോട്ടൽ സം 300 എന്ന് എടുക്കും. ദെൻ ഫൈൻഡ് ദ പ്രൈവറ്റ് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q1 ഈസ് വാട്ട് കോസ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈവറ്റും പബ്ലിക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പ്രൈവറ്റും പബ്ലിക്കും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ റേഷ്യോ ഓഫ് പ്രൈവറ്റ് ടു പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q4 ഈസ് 3:1. ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q4 ആൻഡ് ടോട്ടൽ പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q1. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്തു നോക്കുക. ഞാൻ ഫുള്ള് ഡേറ്റയും തന്നിട്ടുണ്ട്. ഇനി ഫൈൻഡ് ദ ടോട്ടൽ പ്രോജക്ട് ഹാൻഡിലിംഗ്. ടോട്ടൽ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാവുന്ന കാര്യം എന്താ, ഇതെല്ലാം ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 8 6 14 6 20. പൂജ്യത്തെ അവസാനിക്കുന്നതായിരിക്കാം, പൂജ്യത്തെ അവസാനിക്കുന്നതല്ല. സോറി, ഇതെല്ലാം ദിവസം. അപ്പൊ അതിന്റെ ടോട്ടൽ സം എടുത്താൽ മതി, കിട്ടും. അടുത്ത 60% ടോട്ടൽ പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ ആർ പ്രൈവറ്റ് പ്രോജക്ട്. ഫൈൻഡ് ദ റേഷ്യോ പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽ Q1 ആൻഡ് Q4 ടുഗദർ ടു ടോട്ടൽ പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q2. അതും ഞാൻ തന്ന ഡേറ്റയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് എ ഈസ് 16.67%. ദെൻ ഫൈൻഡ് ദ പബ്ലിക് പ്രോജക്ട് ഹാൻഡിൽഡ് ഇൻ Q1 ആൻഡ് Q4. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണോ ഉള്ളത്. ഇത് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ദെൻ ബൈ.